ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ സ്റ്റേക്ക് റെസിപ്പി കാണിച്ചില്ലേ. സോ ഈ വീഡിയോയിൽ ഞാൻ സ്മാഷ് പൊട്ടാറ്റോസും ക്രീമി ഗാർലിക് മഷ്റൂമിൻ്റെയും റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പൊട്ടാറ്റോസ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും വെള്ളവും വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നെക്സ്റ്റ് നമ്മുടെ ഗാർലിക്ക് നൈസായിട്ട് വളരെ തിന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ലൈക്ക് മിൻസ് ചെയ്ത് തന്നെ എടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ചോപ്പ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് നമ്മുടെ മഷ്റൂംസിനും ഇതിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുക്കറിൽ നിന്ന് വിസിൽ കേട്ടു. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പം അച്ചറും പുച്ചറും വിസിൽ. കാരണം നമ്മുടെ സ്റ്റേക്കിനെയും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ 3 കുക്കറായിരുന്നു അറ്റ് ദ സെയിം ടൈം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു 2 വിസിൽ അത്ര എടുത്തുള്ളൂ കേട്ടോ ഈ ഒരു പൊട്ടാറ്റോ വെന്ത് വരാനായിട്ട്. പിന്നെ അതാ അതിനെ നൈസായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ആ പൊട്ടാറ്റോയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. സോ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുന്നേ മിൻസ് ചെയ്ത് വെച്ച ഗാർലിക് ചേർക്കാം. നെക്സ്റ്റ് ബട്ടർ. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ സ്മാഷ് പൊട്ടാറ്റോസ് യൂഷ്വലി ഒരു ഹെൽത്തി ഡിഷ് ആയിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ബട്ടറും ക്രീമും ഒക്കെ ചേർക്കുന്നത് ഒട്ടും കാലോറി ഫ്രണ്ട്ലി അല്ല. പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ കലോറീസ് ഒന്നും കൗണ്ട് ചെയ്തല്ല കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ബട്ടർ ഇട്ട് ഇളക്കിയതിനു ശേഷം ഒരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില പീസസ് ഒക്കെ ഉടയാണ്ട് കിടപ്പുണ്ട്. സോ ഈ ബീറ്റർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാഷ് പൊട്ടാറ്റോസ് ഭയങ്കര ഫ്ലഫി ആയിട്ടും ഭയങ്കര ക്രീമി ആയിട്ടും കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. ഇനി അതിനും വയ്യെങ്കിൽ നമ്മുടെ തവി വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ഉടയാത്ത പീസൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. ഇതാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ്. കുറച്ച് ഹെവി ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ, നമ്മുടെ സ്മാഷ് പൊട്ടാറ്റോസ് റെഡിയായി. ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഓൾസോ വെരി ടേസ്റ്റി. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ ടു നമ്മുടെ ക്രീമി ഗാർലിക് മഷ്റൂം. വളരെ നൈസായിട്ട് നമ്മുടെ ഒണിയൻസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ലേറ്റർ ഒരു പാൻ വെക്കുക, ബട്ടർ ഇടുക. യെസ്, ഇന്നെല്ലാം ഒരു ബട്ടറിന്റെ കളിയാണേ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ഗാർലിക്കില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒണിയൻസും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവണം. അതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ, ഏകദേശം അങ്ങനെ. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഗാർലിക്കും മഷ്റൂംസും ബട്ടറും ഒണിയനും എല്ലാം ആയിട്ട് ബ്ലെൻഡ് ആവുന്നത്. നെക്സ്റ്റ് നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇനി അതൊന്ന് കുക്കായി വരണം എന്ന് വെച്ചാൽ ഈ മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാഷ് പൊട്ടാറ്റോസ് യൂസ് ചെയ്ത അതേ ക്രീമില്ലേ ആ ക്രീം ഒന്നും കൂടി ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സ്മാഷ് പൊട്ടാറ്റോസും നമ്മുടെ ക്രീമി ഗാർലിക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് തിന്നുക. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു.